പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോച്ചെ, ഹണി റോസ്, മൊണാലിസ. ബോച്ചയെയും ഹണി റോസിനെയും നമുക്ക് സുപരിചിതമാണ്. പക്ഷേ മൊണാലിസ ഒരൊറ്റ ദിവസം കൊണ്ട് കഴിഞ്ഞ കുംഭമേളത്തിൽ ഏതോ ഒരു യൂട്യൂബർ, ഫോട്ടോഗ്രാഫർ എടുത്ത് വിട്ട ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ, അതിൻ്റെ മുകളിൽ ഫേമസ് ആയ സോഷ്യൽ മീഡിയയിൽ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പേരായിരുന്നു മൊണാലിസ. അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് മൊണാലിസ ഫേമസ് ആയി, വൈറലായി. എവിടെ നോക്കിയാലും മൊണാലിസയായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട്. അവിടെയാണ് നമ്മുടെ ബോച്ചെ എന്ന ബിസിനസ്സുകാരൻ്റെ മൈൻഡ് അവിടെ പ്രവർത്തിച്ചത്. ഹണി റോസ്, ബോച്ചെ പ്രശ്നം കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ്. അതൊരു വഴിക്ക് നടക്കുന്നു, അത് പോട്ടെ. പക്ഷേ അതിന് മുന്നേ ഹണി റോസ് ഈ പ്രശ്നങ്ങൾക്ക് ശേഷം ഒരു ഉദ്ഘാടന വേദിയിൽ പോയപ്പോൾ അവിടെ കോളേജ് സ്റ്റുഡൻസിനെ കൊണ്ടിറക്കി ആളെ കൂട്ടി എന്നുള്ള ഓരോരോ പുയിലും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. അതിനുശേഷമാണ് ഇപ്പം ബോച്ചെ കേരളത്തിലേക്ക് സ്റ്റാർ പദവിയൊന്നുമില്ലാത്ത, അല്ലെങ്കിൽ ഒരൊറ്റ ദിവസം കൊണ്ട് ആൾക്കാർ കണ്ട ആ ഒരു ഫേസിനെ കേരളത്തിലേക്ക് കൊണ്ടുവരാനും കോഴിക്കോട് കൊണ്ടുവരാനും ഒക്കെ ബോച്ചെ തീരുമാനിച്ചത്. അപ്പോൾ ആൾക്കാരിപ്പോൾ ഉറ്റുനോക്കിയ ഒരു സംഭവമാണ്. അന്ന് ഹണി റോസ് അവിടെ ഉദ്ഘാടനത്തിൽ പോയപ്പോൾ ഉണ്ടായ ആളും ഇവിടെ ഇപ്പോൾ മൊണാലിസ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ, എന്താണ് ഉണ്ടാവില്ലേ എന്നൊക്കെ ഒരു ചിന്താഗതിയിലാണ് നമ്മളെല്ലാവരും ഉറ്റുനോക്കിയിരുന്നപ്പം എന്തായാലും ഇന്ന് വന്നു. 10,000-കണക്കിന് ആളുകളാണ് മൊണാലിസയെ കാണാനും ഫോട്ടോ എടുക്കാനും ആ ഫംഗ്ഷനിൽ എത്തിച്ചേർന്നത്. എന്തായാലും ബോച്ചെ എന്ന ബിസിനസ് മൈൻഡ്, കാരണം പണ്ടൊക്കെ പറയുന്നുണ്ടല്ലോ, ഈ ഉറങ്ങുമ്പം വെട്ടണം, അതാണ് ഇപ്പോൾ ബോച്ചെ ചെയ്തത്. ആ പേര് ബ്രാൻഡഡ് നെയിമാക്കി ബ്രാൻഡ് അംബാസഡറുടെ സ്ഥാനം കൊടുത്ത് ബോച്ചെ മൊണാലിസയെ കോഴിക്കോട് എത്തിച്ചു. അതുകൊണ്ട് കേരളത്തിൽ മാത്രമല്ല, ബോച്ചെ ഇപ്പം നോർത്ത് ഇന്ത്യയിലും താരമായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആ വീഡിയോ ഇനി സൗണ്ടിൽ കൂടെ പഠിക്കേ. La